ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 45 തുടർമാനമായി നാം കേൾക്കുമ്പോൾ ത്രിയേകനായ ദൈവ സാന്നിധ്യം നാം ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭത്തിലാണ്. അവിടെ 1:1 ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തക രചന ആരംഭിച്ചിരിക്കുന്നത് തന്നെ. തുടർന്ന് പരിശുദ്ധാത്മാവിനെയും നാം കാണുന്നു. 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നും, കൂടാതെ യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം യേശുക്രിസ്തുവാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ആദിയിൽ എന്ന പ്രസ്താവനയുടെ ആഴം കാലത്തിന് അതീതനായ ദൈവത്തിൽ തന്നെ മറഞ്ഞു നിൽക്കുന്നു. ദൈവം എന്ന വാക്കിന് സൃഷ്ടാവ് എന്നാണ് അർത്ഥം. അതുപോലെ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് സങ്കീർത്തനം 90:2 കാണുന്നതിന് പ്രകാരം എല്ലാറ്റിൻ്റെയും ആരംഭം ദൈവത്തിനു തന്നെയാണ്. ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം ഉളവാക്കുന്ന ദൈവത്തെക്കുറിച്ച് എല്ലാം ദൈവം മുഖാന്തരം ഉണ്ടായി എന്നും ദൈവം എല്ലാം അതതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു എന്നും തുടർന്നുള്ള വേദഭാഗങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാറ്റിനും അടിസ്ഥാനം ദൈവം തന്നെയെന്ന് യോബ് 38:6 മുതൽ 12 വരെ വാക്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം എന്നതിന് മൂലഭാഷയായ എബ്രായയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏലോഹീം എന്ന ബഹുവചന രൂപമാണ് ഇവിടെ ഉൽപ്പത്തി 1:1 കാണുന്നത്. ഈ വാക്യത്തിൽ തന്നെ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നും പറഞ്ഞല്ലോ. തുടർന്നുള്ള സൃഷ്ടിപ്പിൻ വിവരണത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അഥവാ വചനം സകലത്തെയും ഉളവാക്കി എന്ന് ബാറ എന്ന ഏകവചനത്തിലും പറഞ്ഞിരിക്കുന്നു. വചനം സകലത്തെയും സൃഷ്ടിച്ചു എന്ന് യോഹന്നാൻ 1:1 നാം കണ്ടു. അതേ വചനം ജഡമെടുത്തതാണ് യേശുക്രിസ്തുവെന്ന് യോഹന്നാൻ 1:14 പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളെയും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് ട്രേസ് യൂണിറ്റാസ് എന്നീ ലത്തീൻ പദങ്ങളുടെ സങ്കലനമാണെന്നുള്ളതാണ്. ഇതിൻ്റെ ശരിയായ പരിഭാഷ ത്രിയേകത്വം എന്നു തന്നെയാണ്. എന്നാൽ നാം തൃത്വം എന്നുപയോഗിച്ച് വരുന്നു. ദൈവം തൃത്വത്തിൽ ഏകനായി പ്രവർത്തിക്കുന്നു. കാണുക സങ്കീർത്തനം 136:5, യാക്കോബിൻ്റെ ലേഖനം 2:19, എഫെസ്യർ 4:6, തുടർന്ന് 1 കൊരിന്ത്യർ 8:4, ആവർത്തനം 6:4. ഈ വാക്യങ്ങളെ സംബന്ധിച്ച് പിന്നാലെ നാം ചിന്തിക്കുന്നത് കൊണ്ട് ഇവിടെ ഇത് വ്യാഖ്യാനിക്കുന്നില്ല. അങ്ങനെ ദൈവം ത്രിയേകനെങ്കിലും ഏകനായും പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ 3 ആളത്വവും ദൈവം എന്ന നിലയിൽ വേറെ വേറെയായും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യനിൽ ശരീരം, പ്രാണൻ, ആത്മാവ് എന്ന തൃത്വം ഉണ്ടെങ്കിലും അത് 3ഉം ഒന്നായി മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, പൗലോസ് ആശീർവാദം പറയുമ്പോൾ 2 കൊരിന്ത്യർ 13:14 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ സ്നാനത്തെ തൃത്വാധിഷ്ഠിതമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വേണം എന്ന് കൽപ്പിച്ചിരുന്നു. ഇവിടെ പൗലോസ് കൊരിന്ത്യരെ ആശീർവദിക്കുമ്പോൾ ആ തൃത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത്. അതിങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന നിലയിൽ. പുതിയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈ തൃത്വോപദേശം കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിലാണ് അവ എഴുതപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവയിൽ 10 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. തൃത്വോപദേശത്തെക്കുറിച്ച്
ഈ 10 സംഗതികൾ അവയിൽ ഒന്നൊന്നായി നമുക്ക് തുടർമാനമായി കേൾക്കാം. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.